അങ്ങനെ മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ സ്നാനമേൽക്കണം. സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തരും. പ്രിയപ്പെട്ട, അന്ന് മുതൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗത്തിന് അവകാശികളാണ്. ഭൂമിയിൽ നോക്കുവിന് ഇപ്പോഴുള്ള ജീവിതം അങ്ങ് തീരും. ഭൂമിയിലെ 4 സെന്റ് വേണ്ടി ഇനി വഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഈ സ്വർഗീയമായിരിക്കുന്ന ഭവനം വിശ്വാസത്താൽ കണ്ടു ഒരുവൻ ഭൂമിയിലെ സമ്പത്ത് വിട്ടുകളയാണ്. അവൻ ഇന്നലെ വരെ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ തന്റെ സ്വന്തം അമ്മ പെറ്റ സ്വന്തം സഹോദരനോട് പോലും വസ്തുതർക്കത്തിൽ കേസും വഴക്കും വടിയും ബഹളവുമായിട്ട് നടന്നവനാണ്. മാനസാന്തരപ്പെട്ട നാം പറയാണ്, ഇടമോനെ നീ ഇതങ്ങ് എടുത്തോടെ, എനിക്ക് വേണ്ട, കാരണം എനിക്ക് സ്വർഗത്തില് ഉത്തമമായിരിക്കുന്ന ഒരു സമ്പത്തുണ്ട്. സ്വർഗത്തിലെ നിക്ഷേപം കണ്ടവൻ ഭൂമിയിലുള്ള നിക്ഷേപത്തെ എന്താണ് വേസ്റ്റ് ബോക്സിൽ ഇടുന്നു. പ്രിയപ്പെട്ട, സ്വർഗീയമായിരിക്കുന്ന നിക്ഷേപങ്ങളെ നിങ്ങൾ കാണാത്തത് കൊണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന ഭവനം നിങ്ങൾ ഇന്നേവരെ മനസ്സിലാക്കാത്തതുകൊണ്ടും ഇവിടെയുള്ള 50 പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ വഴക്കുണ്ടാക്കുന്നു. ഒരിക്കൽ ഒരു സഹോദരി വിശ്വാസിയാണെന്നൊക്കെയാണ് ചെല്ല്, പക്ഷേ ഏതാണ് മദ്രാസിൽ വെച്ച് അദ്ദേഹം കൂടെ കണ്ട ഒരു സഹോദരനോട് പറഞ്ഞു, ഇപ്പോഴല്ല ഒരു 10-15 വർഷം മുമ്പ് അന്ന് 50 പൈസയ്ക്ക് വില കാണുമായിരിക്കും. എന്താണ്, ഒരു പച്ചക്കറി കടക്കാരൻ സൈക്കിൾ ഉന്തിക്കൊണ്ട് വരികയാണ്, ഉന്തുവണ്ടിയെ പച്ചക്കറി വിൽക്കുകയാണ്. അപ്പൊ എന്താണ്, ഈ സഹോദരി ഈ പച്ചക്കറി വിൽക്കുന്നതിനോട് വഴക്കുണ്ടാക്കട, ഇത് കഴിഞ്ഞ തവണ എനിക്ക് 50 പൈസ ബാക്കി തരാണ്ട്, ഇയാളത് മറന്നുപോയി, ഒത്തിരി പേരോട് ഇടവല്ലേ, ആ 50 പൈസ എന്താണ് അവർ ഉടുത്തിരിക്കുന്ന സാരിയൊക്കെ ഒന്ന് തീർത്ത് കയറ്റി അവരോട് വഴക്കുണ്ടാക്കിയിട്ട് 50 പൈസ തിരിച്ചു മേടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണോ വിശ്വാസം? പ്രിയപ്പെട്ടവരെ, നോക്കുവിനെ സ്വർഗീയമായിരിക്കുന്ന ഭവനം കാണുകയും സ്വർഗത്തിലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണുകയും ചെയ്തെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നും ഈ ലോകത്തിലെ വസ്തുവകൾ ഒന്നുമില്ലെന്നും നമ്മൾ എണ്ണി പ്രിയപ്പെട്ട ഉത്തമമായിരിക്കുന്ന സമ്പത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുന്ന അധികാരത്തോട് പ്രസംഗിക്കണം കേട്ടോ, അല്ല വെറും തിയറി പറയുന്നതല്ല. പലതും വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്.